ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ് ഭൂതക്കുഴി പാറ എന്ന് പറയും. ഭൂതക്കുഴി എന്നാണ് ഒരു നാട്ടുഭാഷ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒന്നെന്ന് വെച്ചാൽ രണ്ട് സൈഡും അഗാധമായ ഗർത്തമാണ്. പാറ പൊട്ടിച്ചുണ്ടായ വെള്ളമാണ്. എത്ര വലിയ ഇത് വന്നാലും, വറവ് വന്നാലും ഒരു അംശം പോലും വെള്ളം കുറയാത്ത ഒരു മേഖല. നിറയെ മീനുകളുണ്ട്. അതിലുപരി എന്ന് പറയുന്നത്, നിരവധി പേർ ചെറുപ്പക്കാർ ഈ സ്ഥലത്തെപ്പറ്റി അറിയാതെ ഇവിടെ വന്ന് ഈ സ്ഥലങ്ങൾ കാണാറുണ്ട്. ഈ സ്ഥലങ്ങൾ കാണുമ്പോൾ പലതരത്തിലുള്ള അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, വരുന്ന ചെറുപ്പക്കാർ ഏറ്റവും കൂടുതലെന്ന് പറഞ്ഞാൽ മദ്യപാനം, മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനാണ് ഈ സ്ഥലം കൂടുതൽ ഉപയോഗിക്കുന്നത്. വളരെ ഡേഞ്ചർ ഏരിയ ആണ്. ഇവിടെ അപകടം ഒരു കണ്ണടക്കി തെറ്റിപ്പോയാൽ ഒരു ജീവൻ തന്നെ ഇല്ലാതായി പോകാവുന്ന അത്ര അപകടമുള്ള മേഖലയാണ്. ഭൂതക്കുഴി പാറയെപ്പറ്റി ഇനി പറയാം. ഭൂതക്കുഴി പാറ എന്ന് പറയുമ്പോൾ ഈ കുഴിയിൽ ഭൂതമുണ്ട് എന്നുള്ളൊരു വിശ്വാസം. അതിലുപരി ഈ സ്ഥലം വളരെ വളരെ അന്ധകാരം പിടിച്ചൊരു മേഖലയാണ്. ഇതിന് ഭൂതക്കുഴി പാറ എന്ന് പറയാൻ കാരണം, നിരവധി മരണങ്ങൾ അശ്രദ്ധ മൂലമോ അപകടമാണോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. പക്ഷേ ഒരുപാട് ചെറുപ്പക്കാർ ഈ സ്ഥലത്തെപ്പറ്റി അറിയാതെ ഇവിടെ വരികയും മരണം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളോട് പറയാനുള്ളത്, ഈ സ്ഥലം കാണാൻ നല്ല രസമാണ്, കണ്ടിരിക്കാം, നിറയെ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാം. അതിലുപരി ഈ സ്ഥലത്ത് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, മയക്കുമരുന്ന്, മദ്യം തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് അബോധാവസ്ഥയിലേക്ക് മാറുന്ന തരത്തിൽ യുവാക്കളും യുവതികളും വരാതിരിക്കുക. വന്ന് നല്ല ഒരു അറ്റ്മോസ്ഫിയർ, നിങ്ങൾക്കൊരു കാറ്റ് കൊള്ളണം, അല്ലെങ്കിൽ നല്ലൊരു ഭൂപ്രദേശം കാണണമെങ്കിൽ നല്ല സ്ഥലമാണ്, കൊള്ളാവുന്ന സ്ഥലമാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന രണ്ടാണ് കാരണം. ഒന്ന്, നമ്മളുടെ അശ്രദ്ധ മൂലം ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം. രണ്ട്, ഈ ഭൂമിയിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നിടത്തോളം കാലം ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ, അതൊന്ന് നിയമവിരുദ്ധമാണ്. രണ്ടാമത്തെ പ്രധാന കാരണം, അപകടങ്ങൾ വളരെ അധികം ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഏരിയ. ഇപ്പോൾ നിങ്ങൾ ഈ സ്ഥലം കണ്ടോ, എത്ര മനോഹരമാണ് ഈ പാറ. രണ്ട് സൈഡുകളിലും അതിഗർത്തങ്ങളാണ്. ഇതിലെയാണ് കുട്ടികൾ മണ്ടയ്ക്ക് കയറിയിരിക്കുന്നത്. സ്വബോധത്തോടെയാണെങ്കിൽ നമ്മൾക്ക് ഒരു നിയന്ത്രണം ഉണ്ടാവും. പക്ഷേ അബോധാവസ്ഥയിലാണെങ്കിലോ, അല്പമെങ്കിലും ലഹരിയുടെ ഉപയോഗത്താൽ അബോധാവസ്ഥയാണെങ്കിൽ ഒന്ന് കാലിടറിയാൽ മതി, ഈ അഗാധമായ ഗർത്തത്തിലേക്ക് പോകും. അതുകൊണ്ട് ആ ആളിൻ്റെ ജീവിതം മാത്രമല്ല ഉണ്ടാകുന്നത്. 3 കാര്യങ്ങളാണ്. ഒപ്പം വരുന്നവർക്ക് എന്തായിരിക്കും അവസ്ഥ, അവരുടെ അവസ്ഥ എന്തായിരിക്കും, അതിലുപരി ഈ ആളിൻ്റെ കുടുംബം നശിക്കത്തില്ലേ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ നിന്നല്ല, എവിടെയാണെങ്കിലും നമ്മൾ ഈ സ്ഥലങ്ങൾ കാണാൻ പോകുമ്പം പരമാവധി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.